VS ജിതിൻദേവ്. അതായത് നെട്ടുകാൽത്തേരിയിലെ 263 ഏക്കറും കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ 248 ഏക്കറും എറണാകുളം HMTയുടെ 200 ഏക്കറും വേണ്ടെന്ന് വെച്ച് കിനാലൂരിലേക്ക് മാത്രം കണ്ണുനട്ടിരിപ്പാണ്. അതാകട്ടെ കാട് ചൂണ്ടിക്കാണിച്ച് അവിടെ തുടങ്ങിക്കോളൂ എന്ന് വെറുതെ പറഞ്ഞു നടപ്പാണ് സംസ്ഥാന സർക്കാർ. നമുക്കറിയാം കേന്ദ്രം നൽകുന്ന വിഹിതമൊന്നും ഇവിടെ ചെലവഴിക്കുന്നില്ല എന്ന് കഴിഞ്ഞ ദിവസവും ജനം TV വാർത്ത പുറത്തുവിട്ടതാണ്. പാതി പോലും ചെലവഴിക്കാതെ കിട്ടിയില്ല എന്ന് പറഞ്ഞ് ആളെ പറ്റിക്കുന്നു പിണറായി സർക്കാർ. കൃഷ്ണരാജ്, നമ്മുടെ കേന്ദ്ര ബജറ്റിന് ശേഷം കേരളത്തിലെ ഒരുപറ്റം മാധ്യമങ്ങളും ഇവിടുത്തെ രണ്ട് പാർട്ടികളും ചേരുന്ന ഇന്ത്യ മുന്നണിയും കൂടെ ഒരു ഫേക്ക് നറേറ്റീവ് കേരളത്തിൽ സൃഷ്ടിച്ചു. കേരളത്തിലൊന്നും കൊടുത്തില്ല, ആകെ കുറേ ആമയുടെ പടവും ആമമുട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു ഫേക്ക് നറേറ്റീവ് സൃഷ്ടിക്കുന്നതിൽ ആ മാധ്യമങ്ങളും അത് ഏറ്റുപാടുന്ന രാഷ്ട്രീയ പാർട്ടികളും ഒരു പരിധിവരെ വിജയിച്ചു നിൽക്കുകയായിരുന്നു. ഇന്നലെ ബഹുമാനപ്പെട്ട കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വാർത്താസമ്മേളനം നടത്തിയതോടുകൂടി അതിവേഗ റെയിൽപാതയെ സംബന്ധിച്ചിട്ടുള്ള ആ നറേറ്റീവ് പൊളിഞ്ഞു. രണ്ടാമത്തെ ഒരു നറേറ്റീവായിരുന്നു എയിംസ്. ഇന്ന് രാവിലെ 10 മണിക്ക് ജനം TVയും അത് പൊളിച്ചു. അപ്പോൾ ഈ രണ്ട് നറേറ്റീവും കേരളത്തിൽ പൊളിഞ്ഞു. കേരളത്തിന് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് എന്തൊക്കെ ചെയ്തിട്ടുള്ളതിനെ സംബന്ധിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ എനിക്കിന്ന് ഇവിടെ നിന്ന് സാധിക്കും. പക്ഷേ ഞാൻ ആ സമയം എടുക്കുന്നില്ല, കാരണം നമ്മുടെ ചർച്ച ഇന്ന് എയിംസ് ആണ്. എയിംസിനെ സംബന്ധിച്ച് ഇവിടെ പ്രജിത്ത് ആമുഖമായിട്ട് കാര്യങ്ങൾ വിശദീകരിച്ചു കഴിഞ്ഞു. ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. നോക്കൂ, ഈ കിനാലൂരിലേക്ക് മാത്രമായിട്ട് ഇത് ഒതുക്കാൻ ശ്രമിക്കുന്നതിന് പുറകിൽ എന്തോ ഒരു ഗൂഢോദ്ദേശമുണ്ട്. ഞാൻ മറ്റൊരു കാര്യം ചൂണ്ടിക്കാണിക്കാം. ഇവിടെ കിഫ്ബിയുടെ മസാല ബോണ്ട് വിഷയം ED അന്വേഷിക്കുന്നതിൽ ED ചൂണ്ടിക്കാണിക്കുന്ന അപാകത എന്താണ്? അവിടെ വലിയ തരത്തിൽ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ നടന്നിരിക്കുന്നു. ലാൻഡ് അക്വിസേഷന്, ഭൂമി ഏറ്റെടുക്കലിന് അവകാശമില്ലാത്ത കിഫ്ബി ഇവിടെ ലാൻഡ് ഏറ്റെടുക്കുകയാണ് എന്ന് കാണിച്ചുകൊണ്ട് വലിയ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ, വലിയ റിയൽ എസ്റ്റേറ്റ് മാഫിയ പ്രവർത്തനം നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ജനം TV ചെയ്യേണ്ടുന്ന രണ്ടാമതൊരു കാര്യം, എൻ്റെ അഭ്യർത്ഥനയാണ്, ഈ കിനാലൂരിൽ നിങ്ങളൊന്ന് അന്വേഷിക്കാൻ തയ്യാറാകണം. കിനാലൂരിലെ പാവപ്പെട്ട ജനങ്ങളുടെ ഭൂമി വലിയ തോതിൽ ചെറിയ വിലയ്ക്ക്, ചുളുവിലയ്ക്ക് സഖാക്കന്മാർ തട്ടിയെടുത്ത് വെച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാൻ തയ്യാറാകണം. ആ പരിശോധന നടത്തുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ഈ കിനാലൂരിലേക്ക് കേരളം എന്ന വലിയ ക്യാൻവാസിൽ കാണേണ്ട എയിംസിനെ എന്തിന് ധൃതിപ്പെട്ട് ഈ പിണറായി സർക്കാർ ഒതുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമാകും ഒരു പരിധിവരെ. രണ്ടാമതൊരു കാര്യം നോക്കൂ, ഇവിടെ CPMന്റെ പ്രതിനിധി, LDFന്റെ പ്രതിനിധി ശ്രീ ബലദേവ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു, ജമ്മു കാശ്മീരിൽ വരെ എയിംസ് വന്നു. അതെ, എയിംസ് ആവശ്യമുള്ള സ്ഥലങ്ങളിലെല്ലാം, എയിംസ് തങ്ങളുടെ സംസ്ഥാനത്ത് വേണം എന്ന് എയിമുള്ള സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന സർക്കാരുള്ള സ്ഥലത്തെല്ലാം എയിംസ് വരുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ എയിംസ് വേണം എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു എയിമും ഇല്ല. അതുകൊണ്ടാണ് എയിംസ് വരാത്തതെന്നല്ലേ ഇപ്പൊ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ഭൂമി മാത്രം കാണിച്ച് മൊത്തം കേന്ദ്ര ഗവൺമെന്റ് നിഷ്കർഷിക്കുന്ന PMSSYയുടെ മുഴുവൻ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട്, ചലഞ്ച് മെത്തേഡിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഇവിടെ നിങ്ങൾ പറയുന്ന സ്ഥലത്ത് എയിംസ് പണിയാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകുമെന്ന മനപ്പായസമുണ്ടല്ലേ നിങ്ങൾ പോകുന്നത്. ഇന്ന് കൊല്ലത്തു നിന്നുള്ള ഇരവിപുരത്തുള്ള MLA നിയമസഭയെ ചോദിക്കുന്നത് കേട്ടു, എന്താണ് എയിംസ് എവിടെ മറ്റേ മോനെ എന്ന് ജനങ്ങൾ ചോദിച്ചു തുടങ്ങിയത്. പക്ഷേ ജനം TVയുടെ വാർത്തയ്ക്ക് ശേഷം കേരളത്തിലെ ജനങ്ങൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നത് എയിംസിന് ഭൂമി എവിടെ മറ്റേ മോനെ എന്നാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഈ കിനാലൂർ എന്ന് പറയുന്ന ക്യാൻവാസിലേക്ക്, ചെറിയ ക്യാൻവാസിലേക്ക് ഒതുക്കുന്നതിന് പകരം എന്താണോ PMSSY നിഷ്കർഷിച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾ, 3 അതിലധികം സ്ഥലങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ആ സ്ഥലങ്ങളിൽ ഇതിന് വേണ്ടത് എയിംസ് കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള കണക്ടിവിറ്റി ഉണ്ടോ എന്ന് നിങ്ങൾ നടത്തുക. അതിനാവശ്യമായിട്ടുള്ള ഫീസിബിലിറ്റി സ്റ്റഡി നടത്തുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി കേരളത്തിൽ വന്ന് പറഞ്ഞതുപോലെ ഇൻ പ്രിൻസിപ്പിൾ അപ്രൂവൽ കിട്ടിയ, തത്വത്തിൽ അംഗീകാരം ലഭിച്ച എയിംസ് കേരളത്തിൽ സാധ്യമാകും. അത് സാധ്യമാകണം, അല്ലെങ്കിൽ അത് സാധ്യമാക്കി കേരളത്തിന്റെ പൊതുസമൂഹത്തിന് കൊടുക്കണം എന്ന് വിചാരിക്കുന്ന ഒരു സംസ്ഥാനം ഭരിക്കുന്ന ഭരണകൂടമില്ലാത്തതാണ് കൃഷ്ണരാജെ കേരളത്തിന്റെ ഗതികേട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇവർ ഇങ്ങനെ കണ്ണിൽ പൊടിയിട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ബജറ്റ് അവതരണത്തിന് ശേഷം നമ്മൾ കണ്ടതല്ലേ ജോൺ ബ്രിട്ടാസ് പറഞ്ഞത്, കണ്ണിൽ പൊടിയിടാനെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൂടെ. അപ്പൊ ഇവരിടുന്നതെല്ലാം കണ്ണിൽ പൊടിയാണ്.
കേരളിന്റെ അനുമതി കേരയിൽ പിൻവലിക്കാതെ 100 കോടി രൂപ RRTTS മാറ്റിവെക്കുക. ആവശ്യമില്ലാത്തല്ലോ. പണ്ട് ലോട്ടറി എടുത്തതിന് ശേഷം 12 കോടിയുടെ വിഷുവമ്പർ ഞാൻ എടുത്തിട്ടുണ്ട്. അടിച്ചു കഴിഞ്ഞാൽ 50 ലക്ഷം അങ്ങോട്ട് കൊടുക്കും, 1 കോടി ഇങ്ങോട്ട് കൊടുക്കും എന്ന് പറയുന്നത് പോലെ ആകാശത്തിൽ എഴുതിക്കൂട്ടിയ കുറെ കണക്കുകളുമായിട്ട് ജനങ്ങളെ പറ്റിച്ച് മണ്ടന്മാരാക്കി പോകാമെന്ന് കേരളം ഭരിക്കുന്ന സർക്കാരും അവർക്ക് ഓശാന പാടുന്ന മുഖ്യപ്രതിപക്ഷവും കരുതിയാൽ കേരളത്തിലെ ജനങ്ങൾ മണ്ടന്മാരല്ല എന്ന് മാത്രം നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊള്ളുക എന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അതേപോലെ തന്നെ ഈ ഫേക്ക് നറേറ്റീവ് ഇവിടെ പടുത്തുയർത്തിയ ഈ ഫേക്ക് നറേറ്റീവിന്റെ ചീട്ടുകൊട്ടാരം തകർത്തെറിഞ്ഞ ജനൻ ടിവിയെ അഭിനന്ദിക്കാനും ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്.